അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ഇങ്ങനെ എനിക്ക് പറയാനായിട്ട് കഴിയും. വെബ്സൈറ്റിൽ നിങ്ങൾ കാണുന്ന എൻ്റെ എല്ലാ പുസ്തകങ്ങളും 30ഓളം പുസ്തകങ്ങളുണ്ട്. ചെറിയ ആരംഭങ്ങളുടെ ദിവസം എന്ന എൻ്റെ വ്യക്തിപരമായ സാക്ഷ്യം പറയുന്ന ആ പുസ്തകം ഒഴികെ ഞാൻ ചിന്തിക്കുന്ന മറ്റെല്ലാ പുസ്തകങ്ങളും ദൈവവചനത്തെപ്പറ്റി ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ആ പുസ്തകത്തിലെ ഏത് താള് നിങ്ങൾ തുറന്നാലും, പ്രിൻ്റ് ചെയ്ത പുസ്തകം അത് തുറന്നാൽ 2 വശത്തും കാണുന്ന 2 പേജുകൾ, അതിൻ്റെ ഒരു വശത്തെങ്കിലും കുറഞ്ഞ നിങ്ങളൊരു ദൈവവചനം കാണും. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണെന്ന്. നിങ്ങൾ ഏത് പുസ്തകത്തിലെ ഏത് പേജ് തുറന്നാലും അതിലെ ഒരു പേജിൽ ദൈവവചനത്തിലെ വാക്യം കാണും. അത്രമാത്രം ഞാൻ ദൈവവചനത്തിൽ നിന്ന് എടുത്ത് പറയാറുണ്ട്. എന്നാൽ ഇപ്പം നിങ്ങൾ മറ്റൊരു പുസ്തകം എടുക്കൂ, മറ്റാരെങ്കിലും എഴുതിയ ഒരു പുസ്തകം, നിങ്ങൾ പല പല പേജുകൾ മറിച്ചാലും ദൈവവചനത്തിലെ ഒരു വാക്യം നിങ്ങൾ കാണത്തില്ല. അതെന്താ തെളിയിക്കുന്നത്? അത് തെളിയിക്കുന്നത് ഞാൻ പറയുന്ന അല്ല ദൈവവചനം എന്നാണ്. ദൈവവചനമാണ് ദൈവവചനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പറഞ്ഞിട്ട് അതേപ്പറ്റി എനിക്ക് പറയാനായിട്ട് കഴിയും. ദൈവവചനത്തിലെ വാക്യം എടുത്ത് കാണിക്കാത്തവർ അത് ദൈവവചനത്തിൽ എവിടാണെന്ന് അവർ ചിന്തിക്കുന്ന അവരുടെ വാക്കാണ് ദൈവവചനം എന്നാണ്. നിങ്ങൾ എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, മനുഷ്യൻ്റെ വാക്കുകൊണ്ട് മാത്രവുമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സകല വചനങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ദൈവവചനം നിങ്ങളെ കാണിച്ചു തരാത്ത ഒരു പ്രസംഗനെയും നിങ്ങൾ വിശ്വസിക്കരുത്. അവൻ എന്താണ് പറയുന്നത് അത് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളെ കാണിച്ചു തരാത്ത ഒരാളെയും നിങ്ങൾ വിശ്വസിക്കരുത്. കഴിഞ്ഞ 64 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതേ ഓർത്ത് എനിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അതാണ് എന്നെ വഞ്ചനയിൽ നിന്ന് രക്ഷിച്ചത്. ഒരു മനുഷ്യൻ പ്രസംഗിക്കുമ്പോൾ അത് ദൈവവചനത്തിലുണ്ടോ എന്ന് ഞാൻ നോക്കും. ഞാൻ ചില ഭക്തരായ ആളുകളുടെ അടുക്ക ചെന്നു, വളരെ വളരെ ദൈവഭക്തരായ ആളുകൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സഹോദര, നീ പറഞ്ഞത് ദൈവവചനത്തിലില്ല. സത്യത്തിൽ നീ പറഞ്ഞതിന് നേരെ എതിരായിട്ടാണ് ദൈവവചനം പറയുന്നത്. അവൻ എന്നോട് ചോദിച്ചു, എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ കാണിക്കാം. ഇവിടെ ഇവിടെ ഇവിടെ. അവൻ അത്ഭുതം തോന്നി. അതെന്നെ മനസ്സിലാക്കി തന്ന വളരെ ദൈവഭക്തരായവർ ദൈവവചനം പഠിക്കുന്നില്ല എന്നാണ്. നിങ്ങൾക്കൊരു നല്ല ജീവിതം ജീവിക്കാം, എന്നാൽ ദൈവവചനം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയം അറിയില്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങളൊരു നല്ല ജീവിതം ജീവിക്കുന്നതിൽ സന്തുഷ്ടരായിരിക്കും. ഞാൻ ആരെ ഉപദ്രവിക്കുന്നില്ല, വലിയ പാവമൊന്നും ഞാൻ ചെയ്യുന്നവനല്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവവചനം വായിക്കുകയോ അത് പഠിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹൃദയം അറിയാനായിട്ട് കഴിയുകയില്ല. ഞാൻ പ്രസംഗിച്ച 100 കണക്കിന് സന്ദേശം നിങ്ങൾക്ക് കേൾക്കാം. സാക്പുന്നൻ്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തിൻ്റെ മനസ്സാകാമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളത് ദൈവവചനത്തിലുണ്ടോ എന്ന് നോക്കണം. നിങ്ങളൊരു പക്ഷേ എന്നെ വളരെയധികം വിശ്വസിക്കുന്നുണ്ടാകും. അദ്ദേഹത്തെ പറ്റി എനിക്കറിയാം, അദ്ദേഹം കള്ളം പറയുകയില്ല, അത് ശരിയാണ്. എങ്കിൽ പോലും ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്നിൽ കൂടെയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു, അപ്പോൾ നിങ്ങൾക്കും ദൈവത്തിനും മധ്യേ ഞാനാകും മധ്യസ്ഥൻ. ശരിയാണ്, പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ദൈവം തൻ്റെ വചനം തന്നപ്പം ഒരു മധ്യസ്ഥനിൽ കൂടാണ് അവൻ തന്നത്. ആ മധ്യസ്ഥൻ മോശയായിരുന്നു. എന്നാൽ മോശ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. നോക്കൂ, 1 തീമോത്തിയോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൽ, 1 തീമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം ഒരുവനല്ലോ, അത് നമുക്കറിയാം. അതിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവിടെ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. ഈ വാക്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 1 തീമോത്തിയോസ് 2:5. ഒരു ദൈവമേ ഉള്ളൂ എന്നതുപോലെ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ. അത് മനുഷ്യനായ യേശുവാണ്. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ അറിയുകയില്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ മറ്റൊരു വഴിയില്ല, അസാധ്യമാണ്. സായ്പുന്നനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും, എങ്കിലും നിങ്ങൾ നരകത്തിലേക്ക് തന്നെ പോകും. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ,
അത് യേശുക്രിസ്തുവാണ്. 7-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്ന ഒരു പ്രസംഗകൻ മാത്രമാണ്. പൗലോസ് പറയുകയാണ്, ഞാനല്ല മധ്യസ്ഥൻ, ഞാനൊരു പ്രസംഗകൻ മാത്രമാണ്. മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. ഒരു മനുഷ്യനെ നിങ്ങൾ വളരെയധികം വിശ്വസിക്കുമ്പോൾ അതിനകത്തൊരു അപകടമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ നിങ്ങൾക്കൊരു മധ്യസ്ഥനെ പോലാകാം, ദൈവത്തിന് നിങ്ങൾക്കും ഇടയിൽ. അത് നിങ്ങളെ സഹായിക്കില്ല. ദൈവം തന്ന ഒരു പുസ്തകമുള്ളൂ, അത് വേദപുസ്തകമാണ്. ദൈവത്തിനും മനുഷ്യനും മധ്യേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഏതാണ്ട് 64 വർഷമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവം രചിച്ച ഒരു പുസ്തകമുള്ളൂ, അത് വേദപുസ്തകമാണ്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ഈ വർഷങ്ങളിലെല്ലാം എന്നെ നിലനിർത്തിയ കാര്യം അതാണ്. യേശു വരുന്നത് വരെ അതിനെ നിലനിർത്തുകയും ചെയ്യും. അതുകൊണ്ട് ദയവായിട്ട് അത് തിരഞ്ഞെടുക്കുക. നമുക്കിനി തിരിച്ച് മത്തായി 10 പോകാം. അവിടെ നമ്മൾ വായിച്ചത്, കർത്താവ് തൻ്റെ ദാസന്മാരിലൂടെ അയച്ച ഒരു ദൈവവചനം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ, മത്തായി 10:15 ആ ന്യായവിധി നാളിൽ നിങ്ങൾ കാണും ദൈവം സോതോമിലും ഗോമോറയിലും ഉള്ളവരെ ന്യായം വിധിക്കുന്നത്. മുമ്പ് തന്നെ ദൈവം അവരെ ന്യായം വിധിച്ചതാണ്. അവരുടെ സ്വയവർഗ ഭോഗം നിമിത്തം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ഈ സ്വയവർഗ ഭോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് നാം എത്തി എന്നുള്ളതിന് മറ്റൊരു സൂചനയാണത്. ഇതുപോലെയുള്ള വികൃതമായ പാപങ്ങൾ അത് കൂടി വരും. ഇതുപോലെ മറ്റു പല പാപങ്ങളും പെരുകിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം. സോദോം പ്രത്യേകിച്ചും ഈ പാപത്തിന് അടിമയായിരുന്നു. അതിനെപ്പറ്റിയാണ് യേശു പറയുന്നത്. സോദോമിനെ ആ അന്ത്യനാളിൽ ദൈവം ന്യായം വിധിക്കും. ലോത്തിൻ്റെ സമയത്ത് ദൈവം സോദോമിനെ ശിക്ഷിച്ചെങ്കിലും ഇനിയും അവരെ ന്യായം വിധിക്കും. അത് അവസാന ന്യായവിധി അല്ലായിരുന്നു. അവസാന ന്യായവിധിയിൽ അവർ വരുമ്പം അവരുടെ സ്വയവർഗ ഭോഗത്തെ ദൈവം ഇനിയും ന്യായം വിധിക്കും. പിന്നെ നിങ്ങളുടെ സമയം വരും. ഞാൻ ഉദ്ദേശിച്ചത്, ദൈവം തന്നെ ദാസന്മാരിൽ കൂടി ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളെ അറിയിച്ചപ്പോൾ അത് നിങ്ങൾ കൈക്കൊള്ളുന്നില്ലെങ്കിൽ, സോദോമിന് ലഭിക്കുന്ന ശിക്ഷയേക്കാൾ നിങ്ങളുടെ ശിക്ഷാവധി വളരെ കൂടുതലായിരിക്കും. 15-ാം വാക്യത്തിൽ പറയുന്ന അതാണ്. ആ അന്ത്യന്യായവിധിയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം തിരസ്കരിച്ചതുകൊണ്ട് സോദോമിനേക്കാൾ വലിയ ന്യായവിധി നിങ്ങൾക്കുണ്ടാവും. 11-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ പിന്നെയും പറയുന്നു, കഫർന്നഹൂമിനെ കുറിച്ച് 23-ാം വാക്യത്തിൽ പറയുന്നു, എത്ര അത്ഭുതം ദൈവം അവിടെ ചെയ്തു. ദൈവം നിങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടുണ്ടോ? നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമായിരുന്നു. അവിടെ ദൈവം നിങ്ങൾക്കായിട്ടൊരു വലിയ അത്ഭുതം ചെയ്തു. അതെന്തു തന്നെ ആയിരുന്നാലും, ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഭൗതിക ആവശ്യം, എന്നാൽ അത് നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്തിയില്ലെങ്കിൽ, എങ്കിൽ ന്യായവിധി നാളിൽ സോദോമിനേക്കാളും വലിയൊരു ശിക്ഷ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഇവിടെയൊക്കെ അത് കമ്പയർ ചെയ്യുന്ന സോദോമിൻ്റെ ശിക്ഷയുമായിട്ടാണ്. സോദോമിനെ അന്ത്യന്യായവിധിയിൽ അവനെ ശിക്ഷ വിധിക്കും. അതിലും ഭയങ്കരമായിരിക്കും നിങ്ങളുടേത്. കഠിനമായൊരു ന്യായവിധി ആയിരിക്കും അന്ത്യനാളിൽ സോദോം അഭിമുഖീകരിക്കാൻ പോകുന്നത്.